പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽമഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ TV പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. കൊറോണ പ്രതിസന്ധി എല്ലാവരെയും ബാധിച്ചതുപോലെ പ്രസ്തുത കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാമും നിലച്ചു പോവുകയുണ്ടായി. സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹുവാണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പിതാവ് അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ 10ാമത്തെ പുത്രൻ. തനിക്ക് 10 മക്കളെ തന്നാൽ അതിലൊരു കുട്ടിയെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കാമെന്നുള്ള നേർച്ച. അബ്ദുള്ളയ്ക്ക് 18 വയസ്സ് പ്രായമാകുമ്പോൾ സ്വപ്നം കാണുന്നു, നേർച്ച പൂർത്തിയാക്കണം. അബ്ദുൽ മുത്തലിബ് പിറ്റേന്ന് തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, ഞാനിങ്ങനെ പണ്ടൊരു നേർച്ച നേർന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു എനിക്ക് നിങ്ങളെയൊക്കെ തന്നത്. നിങ്ങളിൽ ഒരാളെ കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് കഴുത്തറത്ത് നാഥന് ബലി കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഞാനതിന് സന്നദ്ധനാകുകയാണ്. ഞാൻ ദൈവകോപത്തിനൊരിക്കലും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ അതിന് സന്നദ്ധനാകണമെന്ന് പറഞ്ഞു. എല്ലാ മക്കളും സന്നദ്ധത അറിയിച്ചെങ്കിലും ആദ്യമായി എന്നെ ബലി കൊടുത്തോളൂ എന്ന് പറഞ്ഞത് അബ്ദുള്ളയായിരുന്നു. ആകപ്പാടെ വിഷമമായി, കുട്ടികൾക്കെല്ലാം വിഷമമായി. പക്ഷേ അബ്ദുൽ മുത്തലിബ് തരിമ്പും പിന്മാറാൻ തയ്യാറല്ല. നേർച്ച നേർന്നതാണ്, അത് പൂർത്തിയാക്കണം. അവസാനം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. ഇവരുടെ എല്ലാവരുടെയും പേരുകൾ എഴുതി നറുക്കിടുക. ആരുടെ പേരാണോ കിട്ടുന്നത് ആ പുത്രനെ ബലി കൊടുക്കാം. സമ്മതമായി. മക്കളുടെ, ആൺകുട്ടികളുടെ എല്ലാം പേരെഴുതി കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് നറുക്കിട്ടു. അത്ഭുതം, അബ്ദുള്ളയുടെ പേരാണ് കിട്ടിയത്. പിതാവ് നിർത്തിയില്ല, 3 തവണ നറുക്കിട്ടു. 3 തവണയും അബ്ദുള്ളയുടെ പേര് തന്നെയാണ് കിട്ടിയത്. അബ്ദുള്ളയെ ബലി കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതിസുന്ദരനായിരുന്നു, അരോഗ ദൃഢഗാത്രനായിരുന്നു. 18ാമത്തെ വയസ്സിൽ യൗവനത്തിൻ്റെ നല്ല പുഷ്ടിപ്പെടുത്തുന്ന
ആര് കണ്ടാലും മോഹിക്കുന്ന, പെൺകുട്ടികളുടെ മാനസ കാമുകനെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അത്ര സൗന്ദര്യവും ഗാംഭീര്യവും മുഖത്ത് പ്രകാശവും തുളുമ്പുന്ന നല്ല ഒത്ത ഒരു യുവാവായിരുന്നു അബ്ദുള്ള. അബ്ദുള്ളയെ ബലി കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. കാവാലയത്തിൻ്റെ മുന്നിലേക്ക് കുളിപ്പിച്ചൊരുക്കി നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് അബ്ദുള്ള കൊണ്ടുവരപ്പെട്ടു. മൂർച്ചയേറിയ ബലിക്കത്തിയുമായി ബലിപീഠത്തിനരികിൽ പിതാവ് അബ്ദുൽ മുത്തലിബ് തയ്യാറായി. ചങ്ക് പൊട്ടുന്ന വേദനയുണ്ടായിരുന്നെങ്കിലും അള്ളാഹുവിനോട് ചെയ്ത നേർച്ച പൂർത്തിയാക്കണമെന്നുള്ള ദൃഢനിശ്ചയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ടായിരുന്നു. പെൺമക്കളും ബന്ധുക്കളും വാവിട്ട് നിലവിളിച്ചു. അന്നത്തെ ഖുറൈശി നേതാക്കൾ മുഴുവനും ഒത്തുകൂടി. അവർ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ്, സാഹസം ചെയ്യരുത്. താങ്കൾ മക്കയുടെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഭരണാധികാരിയാണ്. താങ്കൾ ഇങ്ങനെയൊരു പുത്രബലി സമ്പ്രദായം തുടങ്ങി വെച്ചാൽ ഒരുപാട് പേർ അത് അനുകരിക്കും. അവസാനം മക്കയിൽ ആർക്കും ആൺകുട്ടികളില്ലാത്ത അവസ്ഥ വരും. ദയവായി പിന്മാറണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും സ്ത്രീകളും ബന്ധുക്കളും കുട്ടികളും അലമുറയിട്ട് കരഞ്ഞിട്ടും അബ്ദുൽ മുത്തലിബ് പിന്മാറാൻ തയ്യാറല്ല. നാഥനോട് ചെയ്ത കരാറാണ്, അത് പാലിക്കുക തന്നെ ചെയ്യും. അവസാനം അബ്ദുൽ മുത്തലിബ് തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന പക്വതയാർന്ന ഒരു വയോധികൻ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് ഒരു കാര്യം ചെയ്യുക. മദീനയിൽ വളരെ ജ്ഞാനിയായ ഒരു സ്ത്രീരത്നമുണ്ട്. അവർ ഇത്തരം കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നവരാണ്. നമുക്ക് അവരുടെ അടുക്കൽ പോകാം. അവരെന്തെങ്കിലും ഒരു പോംവഴി നിർദ്ദേശിച്ചേക്കും. അതെല്ലാവർക്കും സമ്മതമായി. അബ്ദുൽ മുത്തലിബ് ഖുറൈശി നേതാക്കളെയും കൂട്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. ചുരുക്കി പറയാം, മദീനയിൽ ചെന്നു. എല്ലാവരും ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന അന്നത്തെ ആ ജ്യോത്സ്യ അല്ലെങ്കിൽ ആ പണ്ഡിത അവരെ സമീപിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അവർ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഒരാളെ വധിച്ചാൽ കൊന്നവൻ്റെ കയ്യിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും എത്രയാണ് പ്രായശ്ചിത്തം നിങ്ങൾ ഈടാക്കുക? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങളുടെ മക്കാരുടെ നിയമം അനുസരിച്ച് 100 ഒട്ടകങ്ങളെ കൊന്നവൻ്റെ കുടുംബം, കൊന്നവനും കൂടി കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് കൊടുക്കണം. അവർ പറഞ്ഞു, ശരി, നിങ്ങൾ മക്കയിൽ ചെന്ന് 2 നറുക്ക് എഴുതുക. ഒന്നിൽ അബ്ദുള്ള എന്ന നിങ്ങളുടെ ഈ ബലിക്ക് അർഹനായ പുത്രൻ്റെയും രണ്ടാമത്തെ നറുക്കിൽ 10 ഒട്ടകമെന്നും എഴുതുക. നറുക്കിടുക. അബ്ദുള്ള എന്നുള്ള പേരാണ് കിട്ടുന്നതെങ്കിൽ 20 ഒട്ടകം എന്നെഴുതി വീണ്ടും നറുക്കിടുക. അതേ പേര് കിട്ടിയാൽ 30 ഒട്ടകം ഇടുക. ഇങ്ങനെ 10 കൂട്ടി നറുക്കിടുക. ഒട്ടകം എന്ന് എപ്പോൾ നറുക്ക് വീഴുന്നോ അപ്പോൾ നറുക്ക് അവസാനിപ്പിക്കുക. എത്ര ഒട്ടകമാണോ അത്രയും ഒട്ടകങ്ങളെ അറുത്തു കൊടുത്ത് നിങ്ങളുടെ പുത്രനെ ഈ ബലിയിൽ നിന്നും മോചിപ്പിക്കുക. എല്ലാവർക്കും സ്വീകാര്യമായി. വളരെ നല്ലൊരു ഒത്തുതീർപ്പ്. മക്കയിലേക്ക് വന്നു. കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് ഖുറൈശികളെല്ലാവരും ചേർന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നറുക്കിടാൻ ആരംഭിച്ചു. അബ്ദുള്ള ഒരു നറുക്ക്, 10 ഒട്ടകം മറ്റൊരു നറുക്ക്. നറുക്കെടുത്തപ്പോൾ അബ്ദുള്ള എന്നുള്ള പേരാണ് കിട്ടുന്നത്. 20 അപ്പോഴും അബ്ദുള്ള, 30 ഒട്ടകം അപ്പോഴും അബ്ദുള്ള, 40, 50, 60 അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവസാനം 100 ഒട്ടകം എന്നെഴുതി അബ്ദുള്ളയുടെ പേര് വഴി നറുക്കിട്ടപ്പോൾ ഒട്ടകം എന്നുള്ള നറുക്ക് പൊന്തി വന്നു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ തൃപ്തനല്ല, ഞാൻ 3 തവണ കൂടി നറുക്കിടും. എന്നിട്ടും ഇത് തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ ഞാനിതിൽ നിന്ന് പിന്മാറൂ. 3 തവണ നറുക്കിട്ടു. 3 തവണയും 100 ഒട്ടകം എന്നുള്ള നറുക്ക് കിട്ടി. 100 ഒട്ടകങ്ങളെ അറുത്തുകൊടുത്ത് ബലിയിൽ നിന്നും അബ്ദുള്ള എന്നതിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ രക്ഷപ്പെടുത്തുവാൻ അബ്ദുൽ മുത്തലിബും ഖുറൈശികൾ മക്കക്കാർ മുഴുവനും തീരുമാനിച്ചു. അങ്ങനെ 100 ഒട്ടകങ്ങൾ ബലി കൊടുക്കപ്പെട്ട് ബലിയിൽ നിന്നും രക്ഷപ്പെട്ട പുത്രനാണ് പ്രവാചക പിതാവായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി,
ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ. ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MS-ന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഫിത്ർ സക്കാത്ത് കഴിവുണ്ടെങ്കിലല്ലേ കുടുംബനാഥന് നിർബന്ധമുള്ളൂ? എന്നാൽ ഭാര്യയ്ക്ക് കഴിവുണ്ട് എങ്കിൽ അവൾക്ക് കൊടുത്തുകൂടെ? അപ്പോൾ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ മുഴുവനും കൊടുക്കേണ്ടതുണ്ടോ, അതോ ഭർത്താവിന് മാത്രം കൊടുത്താൽ മതിയാകുമോ? ചോദിച്ചിരിക്കുന്നത് TK അലിയാണ്, മലപ്പുറം. അൽഹംദുലില്ലാ, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഗ്രഹനാഥനാണ്. തനിക്ക് വേണ്ടിയും താൻ ചിലവിന് കൊടുക്കേണ്ടവർ, താൻ സംരക്ഷിക്കേണ്ടവർ, അവർക്കെല്ലാവർക്കും വേണ്ടി പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിന് ആവശ്യങ്ങൾക്ക് കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രഹനാഥൻ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാൻ ഗ്രഹനാഥന് കഴിവില്ലെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ കഴിവുണ്ടാകുന്നത് അപ്പോൾ കൊടുത്താൽ മതിയാകും. അത് ഗ്രഹനാഥൻ്റെ ബാധ്യതയാണ്, മറ്റുള്ളവരിലേക്ക് അത് വരുന്നില്ല. ഇനി ഗ്രഹനാഥന് കഴിവില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സമ്പത്തുണ്ടെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് അവർക്ക് കൊടുക്കാം. തൻ്റെ തടിക്ക് താൻ കൊടുക്കേണ്ട 2 കിലോ 600 ഗ്രാം തനിക്ക് വേണ്ടി കൊടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കൽ അവർക്ക് ബാധ്യതയില്ല. കൊടുത്താൽ അൽഹംദുലില്ലാ നല്ലത്, എല്ലാവരുടെയും ബാധ്യത വീടും, ഹക്ക് വീടും. അപ്പോൾ ഗ്രഹനാഥന് തന്നെയാണ് ചിലവിന് കൊടുക്കാൻ, സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പുരുഷൻ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. ഇല്ലാതെ വരുമ്പോൾ കഴിവുള്ള ഭാര്യ അവൾക്ക് വേണ്ടി കൊടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കൽ അവൾക്ക് നിർബന്ധമില്ല. കൊടുത്താൽ എല്ലാവർക്കും വീടും നല്ലത്, അത്രയേ ഉള്ളൂ. മുസ്ലിം വിഭാഗം, ഷാഫി, ഹനഫി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വിവിധ വിഭാഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെ എത്ര വിഭാഗങ്ങളുണ്ട്? ഇവരുടെ എല്ലാം ആരാധനാക്രമങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും ഖുർആൻ പരിഭാഷ ഉപയോഗവും വ്യത്യാസമില്ലേ? ഇതെല്ലാം എപ്പോൾ ആവിർഭവിച്ചു? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? SA മുഹമ്മദ് യൂസഫാണ് ഇതും എഴുതി അയച്ച് ചോദിച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ആ മതങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഉണ്ടായതാണ് അതെല്ലാം. അതൊക്കെ വെറുതെ ഉണ്ടായതല്ല, ഓരോന്നിനും വ്യത്യസ്തമായ അടിസ്ഥാനങ്ങളുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ കാര്യം തന്നെ പല രീതിക്ക് അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് ആദ്യം ചിലപ്പോൾ അനുഷ്ഠിച്ചു, പിന്നീട് വേണ്ടെന്ന് വെച്ചു. ആദ്യം വേണ്ടെന്ന് വെച്ചു, പിന്നെ തുടങ്ങി. ആദ്യം തുടങ്ങിയ രീതിയിലല്ല പിന്നെ തുടങ്ങിയത്. കാരണം ഒരു മതം ഉണ്ടാവുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തീരെ അജ്ഞരായിരുന്ന, യാതൊന്നും അറിയാതിരുന്ന ഒരു ജനവിഭാഗത്തിൽ ഒരു പുതിയ മതം, ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനതിൻ്റെ ശൈശവദശയുണ്ട്, കൗമാരദശയുണ്ട്, യൗവനമുണ്ട്, പൂർണ്ണതയുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. പരിശുദ്ധ ഖുർആനിൽ മദ്യത്തെക്കുറിച്ച് നോക്കിയാൽ പല വചനങ്ങൾ കാണാം. ഒന്നാമത്തെ വചനം, മദ്യത്തിൽ ഒരുപാട് തിന്മകളുണ്ട്, ചില ഗുണങ്ങളുമുണ്ട്. എങ്ങനെ?
മദ്യത്തിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്, ചില പ്രയോജനങ്ങളുമുണ്ട്. 2 വിശ്വാസികളെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിന് വരരുത് എന്ന് പറഞ്ഞാൽ നമസ്കാരം അല്ലാത്തപ്പോൾ മദ്യപിക്കാമെന്നർത്ഥം. പിന്നെ ഒന്ന് കർശനമായി നിരോധിച്ചു, സത്യവിശ്വാസികൾ ഒരു കാരണവശാലും മദ്യം ഉപയോഗിച്ചുകൂടാ, അത് തിന്മയുടെ പിശാചിൻ്റെ വിളയാട്ടമാണ്. ഇപ്പോൾ ഈ ഖുർആൻ അറിയില്ലാത്ത മദ്ഹബുകൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അറിയാത്ത ഒരാൾ ഖുർആൻ എടുത്ത് വായിച്ചാൽ എന്താ മനസ്സിലാക്കുക? അയാൾക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് തന്നെ കള്ള് കുടിക്കാം, കാരണം അതിൽ ചില ചെറിയ ഗുണങ്ങളുണ്ട്, തിന്മകളുണ്ടെങ്കിലും. വേറൊരാൾക്ക് എന്ത് ചെയ്യാം? നമസ്കാരം ഒഴിച്ചുള്ള സമയത്ത് കുടിക്കാം. അപ്പം ഇങ്ങനെയുള്ള വചനങ്ങൾ ഒരു നിയമം പ്രാബല്യത്തിലാകാൻ കള്ളുകൂടി പച്ചവെള്ളം കുടിക്കുന്നത് പോലെ, മലയാളികൾ ചായ കുടിക്കുന്ന പോലെ നടന്നിരുന്ന ഒരു സമൂഹത്തിൽ ഒരു മതം ഉണ്ടാകുമ്പോൾ അതിനൊരു ശൈശവദശയുണ്ട്. ആദ്യം അവരോട് ഉപദേശിക്കുക, നല്ലതല്ല കേട്ടോ. പിന്നീട് കുറച്ചുകൂടെ മാറി, നമസ്കാരത്തിന് വരുമ്പോൾ കുടിക്കരുത്, 5 നേരം അപ്പോൾ ഒഴിവായി. പിന്നീട് കർശനമാക്കി. ഇങ്ങനെ പ്രാഥമിക ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഈ മതം വന്നതുകൊണ്ട് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചപ്പോൾ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ മദ്ഹബ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ ആരാധനാ രീതികളിലൊന്നും വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ആമീൻ ഉറച്ചു പറയണമെന്ന് ചിലർ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പതുക്കെ പറഞ്ഞാൽ മതിയും ചിലർ, ബിസ്മി ഉറച്ചോദണമെന്ന് ചിലർ, പതുക്കെ മതിയെന്ന് മറ്റു ചിലർ, കൈ നെഞ്ചിൽ കെട്ടണമെന്ന് ചിലർ, അതല്ല പൊക്കിളിൻ്റെ എവിടെയാണ് കെട്ടേണ്ടതെന്ന് ചിലർ കൈ താത്തിയിട്ടാൽ മതി. ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മദ്ഹബുകളെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും മദ്ഹബിൻ്റെ പേരിലോ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിൽക്കാലത്തുണ്ടായതാണ്, ഞാൻ പറഞ്ഞതാണ് വസ്തുത. അതിലേക്ക് ഒരുപാട് തലയിടാതെ നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു മുൻഗാമികൾ പാലിച്ചിരുന്ന ഒരാളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളങ്ങ് പോവുക. അള്ളാഹു സ്വീകരിക്കും, ബാക്കിയൊക്കെ പുറത്തും തരും ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, വെള്ളിയാഴ്ച നിസ്കാരക്കുപ്പായം മലക്കിയിടാൻ പാടില്ല എന്ന് സംസാരമുണ്ട്. ഇതിലെ മതവീക്ഷണം എന്താണ്? നിലം തുണി കൊണ്ട് അടിച്ചു വാരുന്നതിൽ കുഴപ്പമുണ്ടോ? ചോദിച്ചിരിക്കുന്ന റെജീനയാണ്, കരുവാറ്റ നിന്നും. വസ്ത്രം കഴുകുന്നതിന് അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊന്നുമില്ല. എല്ലാ ദിവസങ്ങളും അഴുക്കായ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കാവുന്നതാണ്. ഒരു പക്ഷേ വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആഴ്ചയിൽ. പണ്ട് കാലത്തൊക്കെ ഒരു കുപ്പായമൊക്കെയാണ് മാത്രം ഉണ്ടാവുക. അന്നത് കഴുകിയിട്ടാൽ അന്നത്തെ നമസ്കാരം ചിലപ്പോൾ പോകും. അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായത്. ഇന്നതല്ലല്ലോ അവസ്ഥ. ഇന്നാണെങ്കിലും അല്ലെങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും വസ്ത്രങ്ങൾ വൃത്തിയാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നിലം തൂക്കേണ്ടത് ചൂല് കൊണ്ട് തന്നെയാണ്. വസ്ത്രങ്ങൾ കൊണ്ട് തറ വൃത്തിയാക്കിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് പല മഹത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് വസ്ത്രങ്ങൾ കൊണ്ടല്ല, ഓരോന്നിനും അതിൻ്റേതായ ധർമ്മമുണ്ടല്ലോ. തുണി കൊണ്ടല്ലല്ലോ വൃത്തിയാക്കേണ്ടത്. തുണിക്ക് തുണിയുടെ ധർമ്മമാണുള്ളത്. അടിച്ചു വാരേണ്ടത്, തറ വൃത്തിയാക്കേണ്ടത് ചൂല് തന്നെയാണ്. അതിന് ചൂല് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉസ്താദെ, ഇവിടെ തമിഴ്നാട്ടിലുള്ളവർ ഒരുമാതിരി ചടങ്ങുകളാണ് ചെയ്തു വരുന്നത്. സ്വന്തക്കാർക്ക് വരാനുള്ള സൗകര്യം നോക്കിയാണ് 40-ാം കർമ്മം ചെയ്യുന്നത്. അതും 30-നും 35-നും ഒക്കെ ചെയ്യും. ജനിച്ചാൽ മരിക്കുന്നത് വരെ ഓരോരോ ആവശ്യവും ഹിന്ദുക്കളുടെ ആചാരപ്രകാരമാണ് ചെയ്തു വരുന്നത്. ഇതിനോട് യോജിച്ച് നിൽക്കാത്ത എനിക്ക് വല്ല തെറ്റുമുണ്ടാകുമോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് സേലത്ത് നിന്നും സൽമ സാദിഖാണ്. മരണാനന്തര ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? ചുരുക്കത്തിൽ പറയാം, മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കുക. ജനാസ നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ ജനാസയിൽ പങ്കെടുക്കുക, ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, ജനാസ നമസ്കരിക്കുക മയ്യത്തിന് വേണ്ടി. പിന്നെ ചെയ്യേണ്ടത്, മയ്യത്തിന് വേണ്ടി കൂലി കിട്ടാനായി ഈസാലു സവാബ്, ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. ധാരാളമായി കഴിയുന്ന പോലെ ഖുർആൻ ഓതി അതിൻ്റെ പ്രതിഫലം പടച്ചവനെ അവർക്ക് ഖബറിൽ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക അള്ളാഹുവിനോട്. അവരുടെ നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക.
മറ്റൊന്ന് ചെയ്യാവുന്നത് അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക. തൻ്റെ കയ്യിലുള്ളത് പാവങ്ങൾക്ക് കൊടുത്തിട്ട്, അള്ളാഹുവേ ഇതിൻ്റെ കൂലി ആ മരിച്ച ഇന്ന വ്യക്തിക്ക് വേണ്ടി നീ എത്തിക്കണേ, കൊടുക്കണേ എന്ന് ഈ സാലിസ് സവാബ് ചെയ്യുക. അങ്ങനെ മയ്യത്തിന് വേണ്ടി പ്രതിഫലം കിട്ടാൻ വേണ്ടി സദഖ ചെയ്യുക. മറ്റൊന്ന് ചെയ്യാനുള്ളത് അവരുടെ മരണപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത സ്നേഹിതരെയും ബന്ധുക്കളെയും സഹായിക്കുക. അതിൻ്റെ കൂലി വലിയ കൂലിയാണ്. എൻ്റെ വാപ്പ മരിച്ചു, വാപ്പായുടെ സ്നേഹിതന് ഞാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ വാപ്പാ മുഖേന ബന്ധം വരുന്ന ആ ബന്ധുക്കളെ ഞാൻ സഹായിക്കുന്നു, അവർക്ക് ഗുണകാംക്ഷ ചെയ്യുന്നു, അവരെ സ്നേഹബന്ധം പുതുക്കുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. നാം ഇന്ന് 3-ാം ഫാത്തിഹ, 10-ാം ഫാത്തിഹ, 11-ാം ഫാത്തിഹ, 40-ാം ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടാറുണ്ട്. നല്ലതാണ്. കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ബന്ധുക്കളും എല്ലാം ഒന്ന് ഒത്തുകൂടുക, ആ കൂട്ടായ്മ ഉണ്ടാവുക, അവിടെ വെച്ച് മരണപ്പെട്ടവരുടെ നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറയുക, കുറച്ച് ഖുർആൻ ഓതുക, കുറേ സദഖ ചെയ്യുക, ദാനം ചെയ്യുക, അന്നദാനം കൊടുക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനൊന്നൊരു കൃത്യമായ ദിവസമൊന്നുമില്ല. പിന്നെ ഓരോ നാട്ടിലും വ്യത്യസ്തമായ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്ന ഒരു ദീനാണല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പകർത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം താലികെട്ട്. വിവാഹത്തിന് താലികെട്ട് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ കന്യാദാനമാണുള്ളത്. വധൂപിതാവ് വരൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട്, നമ്മൾ പണ്ട് ദുഷ്യന്തൻ ശാകുന്തളത്തിലൊക്കെ പറയാറില്ലേ, പൗരാണിക ഹൈന്ദവ വേദങ്ങളിലുള്ള ആ പാണിഗ്രഹണം, അതാണ് ഇസ്ലാമിലെ വിവാഹം. കന്യാദാനം, എൻ്റെ പുത്രിയെ താങ്കൾക്ക് ഞാൻ ദാനം ചെയ്യുന്നു, കന്യാദാനം. അതാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിലുള്ളത്. വരൻ്റെ കൈ പിടിച്ച് വധൂപിതാവ് നടത്തുന്ന പ്രതിജ്ഞ, വരൻ ഏറ്റുവാങ്ങിയെന്ന് ചൊല്ലുന്ന പ്രതിജ്ഞ, അതാണ് ഇസ്ലാമിൽ നിക്കാഹ്. താലികെട്ട് ഇസ്ലാമിലില്ല. ഇവിടുത്തെ ഹൈന്ദവരിൽ നിന്ന് നമ്മൾ പകർത്തിയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ദോഷമുണ്ടെന്നല്ല, നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണ്. നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഒരുപാട് അവർ പകർത്തിയിട്ടുണ്ട്, മുസ്ലിമുകളിൽ നിന്ന് അങ്ങോട്ടും നല്ലത് ഒരുപാട് പകർത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് സങ്കര ജീവിതം മതവിശ്വാസത്തിലും ഈ ഭാരതം പോലെ ഒരുപാട് മതങ്ങളുള്ള രാജ്യത്തുണ്ടായിട്ടുണ്ട്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി, നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അൽഹംദുലില്ലാഹ്, കൊറോണ മൂലം മുടങ്ങിപ്പോയ നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കാൻ തൗഫീഖ് തന്ന അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ഡോക്ടർ ഷഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ
ചിരപരിചിതമായ സേവനം, കൺസൾട്ടിംഗ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷെഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽ മഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. ജീവൻ ടി വി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു, 10,000 കണ്ടിരുന്ന പ്രോഗ്രാം. എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട്. അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി, വെള്ളിയാഴ്ച 9, 9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അല്ലാഹ്, അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു, സർവചരാചര രക്ഷകനാ യാതുൽ ജലാലി കനിവേകണേ. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551.